അപ്പൊ നിങ്ങൾ തൃത്വം ഘടകങ്ങൾ കൂടിച്ചേരുന്നതോ എന്നുള്ള വിഷയത്തിൽ നിങ്ങൾക്ക് വാദം വെക്കാം, അല്ലെങ്കിൽ അല്ലെന്ന് പറയാം, എന്തുകൊണ്ടല്ലെന്ന് നിങ്ങൾക്ക് തെളിയിക്കാം. അവസരം തരുവാണ്. അതാണെന്നൊന്ന് തെളിയിക്കാൻ പറ്റുമോ? അത് തെളിയിക്കാൻ പറ്റും നിങ്ങളുടെ വാദപ്രകാരം. വേണ്ട വേണ്ട, ഞാൻ തൗഹീദ് ഘടകമാണെന്ന് ഞാനും തെളിയിച്ചു തരാം. ഉറപ്പിക്കാമോ? എന്നാ തോമം മുടിയൊന്ന് നീട്ടി വളർത്തും SI സോമം പുള്ളയ്ക്ക് ചരക്കാൻ. കലാസ്നേഹികളെ, അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുക. അള്ളാഹ് എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട്സും സബ്സ്റ്റൻസും ചേർന്നതാണ്. ആട്രിബ്യൂട്ട്സ് ബിക്കോസ് ആട്രിബ്യൂട്ട്സ് ആർ പാർട്ട് ഓഫ് അള്ളാഹ്. അള്ളാഹുവിന്റെ യദ് എന്ന് പറയുന്നത് ആലങ്കാരിക പ്രയോഗം ആരാ പറഞ്ഞത്? ഞാനത് മെറ്റഫറായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ തെറ്റാണ്, അത് തെറ്റാണത്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. അള്ളാഹ്ക്ക് കയ്യും കാലും കണ്ണൊക്കെ ഉണ്ട് എന്ന് പറയുന്നവരാണ് ഇവര്. അള്ളാഹുവിന് അതൊക്കെ ഉണ്ട്, അടിപൊളി. അതൊക്കെ അള്ള പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ കൈ, അള്ളാഹുവിന്റെ കാല്, അള്ളാഹുവിന്റെ കണ്ണ് എന്നൊക്കെ അള്ള പറഞ്ഞതാണ്. ഞാൻ അണ്ണനെ പറ്റി കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി കൈ നിട്ട് കാച്ചി. നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയാൻ പോകുന്നു? ഇതെന്താണ് പറയുന്നത്? അറബി കവിയാന്ന് തോന്നുന്നുണ്ട്. അള്ളാഹു ആണും അല്ല പെണ്ണും അല്ല, അതുകൊണ്ട് വിവാഹം ചെയ്യേണ്ട ആവശ്യമില്ല. ശിഖണ്ഡിയല്ല, മനസ്സിലായ? അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. അയ്യോ, അത് വെറും തോന്നല. അവന്റെ കൈകൾ എന്ന് പറഞ്ഞാൽ ആ കൈകൾ മനുഷ്യരുടേതുപോലെയാണോ? അപ്പൊ അയാള് കയ്യും കുത്തിയാണ് നടക്കണം. ആ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ പക്ഷെ പഠിച്ചവൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം എന്താണ് നമുക്കറിയില്ല. എങ്ങനെ ഇരിക്കണം? നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാനുണ്ടനിയാ.